ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് ദിവസങ്ങളായിട്ട് ചില യൂട്യൂബേഴ്സിന് സമയം മാത്രം നല്ലതല്ല കേട്ടോ. സമയം എന്ത് ചെയ്താലും എന്തൊക്കെ തന്നെ ചെയ്താലും മോശ സമയമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോയ്ക്ക് താഴെ. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ അങ്ങനെ വിചാരിച്ചാൽ മതി. പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾ അവർക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നതാണ്. എന്തൊക്കെയോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ കൂടോത്രം എന്നൊക്കെ പറയില്ലേ, ഓപ്പോസിറ്റ് ആളുകൾ നശിച്ചു പോകാനുള്ള എന്തൊക്കെയോ കർമ്മങ്ങൾ അതൊക്കെ ചെയ്യുന്നതാണ്. അത് തിരിച്ച് അവർക്ക് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കെതിരെ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എവിടേക്കോ അമ്പലങ്ങളിലോ എവിടേക്കോ പോയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ വരുന്നത് എന്ന് ഒരു അറിവ് കിട്ടി കേട്ടോ. പക്ഷെ ഇവരെ സ്നേഹിക്കുന്ന ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന കുറേ ആളുകൾ ഇവരോട് ഇവരെ വീട് മാറി മാറി താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളിപ്പോൾ പോയ വീടിൻ്റെതാണ്, ആ വീട് മാറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അതൊന്നും അല്ല, ഞങ്ങൾ 2 ജ്യോത്സ്യന്മാരെ കണ്ടു, 2 പേരെ കണ്ടപ്പോഴും അവർ പറഞ്ഞത് വേറെ കാര്യമാണ്, അതിപ്പോൾ ഇവിടെ പറയാൻ കൊള്ളില്ല, പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ആരാണെന്നും എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത് എന്നും അറിയാം. ഞങ്ങൾ ആരെപ്പറ്റിയും ഒന്നും പറയില്ല, എല്ലാവരെ പറ്റി നല്ലത് മാത്രമേ പറയൂ. ഞങ്ങൾ മെസ്സേജ് വഴിയായിട്ടും കമൻറ്റ് വഴിയായിട്ടും വീഡിയോ വഴിയായിട്ടും ആരെയും ഒന്നും കുറ്റം പറയില്ല എന്ന് പറയുന്ന ഇവരെ പറയാതെ പറഞ്ഞ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുകയാണ്. അത് നിങ്ങൾക്കറിയോ, ഓപ്പോസിറ്റ് ആൾക്കാർ ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടാണ്, അല്ലാതെ ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കുറ്റമല്ല, ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരുടെയും കുറ്റമല്ല എന്ന് പറയാതെ പറഞ്ഞ് മറ്റുള്ളവരെ ഇവരെ കൊണ്ട് തെറി വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ തന്നെ പറയും, ഇനി ഒരു കാര്യം പറയാനുള്ളതെല്ലാം പറഞ്ഞു, നിങ്ങൾ മാക്സിമം തെറി വിളിപ്പിച്ചു, ചീത്ത വിളിപ്പിച്ചു, ഓപ്പോസിറ്റ് ആൾക്കാരെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് മാക്സിമം ചീത്ത വിളിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ് ഇനി ഒന്നും പറയരുത് കേട്ടോ, ഞങ്ങൾ ഒത്തുതീർപ്പിന് പോയിട്ടുണ്ടായിരുന്നു, ഒത്തുതീർപ്പിന് പോയപ്പോൾ പറഞ്ഞത് അവരുടെ വീഡിയോയ്ക്ക് താഴെയോ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെയോ ഇനി ആരെയും മെൻഷൻ ചെയ്ത് പേര് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടരുത് കേട്ടോ. കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ സംഭവം ഇതാണെന്ന്. എന്ന് വെച്ചാൽ മറ്റേ ആളെ എങ്ങനെ കരിവാരിത്തേക്കാവോ എങ്ങനെ മോശമാക്കാവോ ആ രീതിയിലുള്ള മെസ്സേജ് എല്ലാം ഇവർ വന്നിരുന്ന് കൊടുത്തു. ഇയാൾക്ക് വരുന്ന ഈ ആഘാതത്തിൻ്റെ ഒക്കെ കിട്ടുന്ന അടിയുടെ ഒക്കെ കാരണം ഓപ്പോസിറ്റ് ആളുകൾ ചെയ്ത ദുർമന്ത്രവാദത്തിൻ്റെ, അല്ലെങ്കിൽ അവർ ചെയ്ത ഓരോ പ്രവൃത്തികൾ, ഇവർക്കെതിരെ ചെയ്യുന്ന ഓരോ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇവർക്കെതിരെ ശത്രുക്കളെ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ സംഭവം ചെയ്യുന്നതാണെന്ന് പറഞ്ഞറിയിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ് ഇനി ആരും അതിനെപ്പറ്റി ഇടണ്ട. അപ്പോൾ അവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആൾദൈവങ്ങൾ വസിക്കുന്ന ഒരു ചാനലാണ് കേട്ടോ അത്. ഒരു കുന്ന് ആൾദൈവങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ ചിലപ്പോൾ മക്കളെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവില്ല, അവരുടെ മക്കളുടെ പേരെന്താന്ന് പോലും അറിയില്ലായിരിക്കാം. അവരാണ് ഇവിടെ വന്നിട്ട് അയ്യോ പൊന്നുമക്കളെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നേരാൻ ആളുണ്ട്. ഈ അനുഗ്രഹിക്കുന്ന ദൈവങ്ങളെല്ലാം ഇരിക്കുമ്പോഴാണ് ഓർക്കണം ഇതെല്ലാം സംഭവിക്കുന്നത്. എന്തും ദുരനുഭവം എല്ലാവർക്കും എപ്പം വേണമെങ്കിലും വരാം. പക്ഷെ അടിക്കടിക്കടിക്ക് ഒരാൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമ്പം അത് നമ്മളിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടം അത്യാവശ്യമാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ആ കുറ്റവും വേറൊരാൾക്ക് മീതെ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കെതിരെ ചാർത്തി കൊടുക്കുകയാണ്. ഐശ്വര്യം എന്ന് പറയുന്ന ഒരു സംഭവം നിശേഷമില്ലാതാകുക. കൂടെ കൊണ്ടു നടക്കുന്നത് ഈ പറയുന്ന ആള് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു മാൻഡ്രേക്കിനെയാണ്. അതിനെടുത്ത് എവിടെയെങ്കിലും വെച്ചാൽ തന്നെ അതിനെടുത്ത് മാറ്റി വെച്ചിട്ട് തന്നെ നല്ല ഓരോ കാര്യങ്ങൾക്ക് പോയാൽ നേടേണ്ടത് നേടുകയും അപകടങ്ങളില്ലാതെ വരികയും ചെയ്യാം. എങ്ങനെ ഒരു മാൻഡ്രേക്കിനെ ചുമന്നുകൊണ്ട് നടന്ന് കിട്ടുന്നത് മുഴുവൻ മേടിച്ചെടുത്തിട്ട് ഇപ്പോഴും ഒരു ഉപദ്രവത്തിനും ഇല്ലാതെ നിൽക്കുന്ന, ഒരു ഉപദ്രവത്തിനും പോകാത്ത സന്തോഷമായിട്ട് അവരുടെ കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തി സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നേരെ ഇപ്പോഴും ഒളിയം പെയ്തിട്ട് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുകൂടെ തരം താഴ്ത്തി കാണിച്ചിട്ട് പുണ്യവാളനും പുണ്യവാളത്തെയും ചമയുകയാണ് ഓരോ യൂട്യൂബുകാർ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അത്രത്തോളം ഉണ്ട് അവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും. ഇപ്പം കമൻറ്റ് ഡയറക്റ്റായിട്ട് ഇടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഓരോ ആൾക്കാരെ കാണുന്നില്ല. അതിനു മുമ്പേ തന്നെ ഇവർക്കിട്ട് കൊടുക്കേണ്ട കൊട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞു. തൃശ്ശൂരൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇത്ര ഇങ്ങനെ ദുർമന്ത്രവാദം ചെയ്യുന്നത്. അവിടെയൊക്കെ നിങ്ങളുടെ ശത്രു പോകുന്നത് കണ്ടായിരുന്നു. ഇതൊക്കെ പോരെ അവർക്കെതിരെ പറയാനായിട്ട്? ഇതൊക്കെ തന്നെ ധാരാളം പോരെ? എന്നിട്ട് പറയുകയാണ് ഇപ്പം നല്ല പിള്ള. എല്ലാ സമയവും ഇങ്ങനെയാണ്, എല്ലാ കാലങ്ങളിലും ഇവരിങ്ങനെയാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്യും,
ഓപ്പോസിറ്റ് ആളുകൾക്ക് നേരെ പറയേണ്ടത് മുഴുവൻ പറയും, അവരെ എങ്ങനെ ഉപദ്രവിക്കാവോ അതൊക്കെ ചെയ്യും. എന്നിട്ട് നല്ല പിള്ള ചമയും. എന്നിട്ട് വീണ്ടും 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 ഈ മാൻഡ്രേക്കിനെ ചുമന്നുകൊണ്ട് ലോകം മുഴുവൻ നടക്കും. അടി കിട്ടും, നല്ല അടി കിട്ടും. നാളെ തൊട്ട് ഞങ്ങളുടെ കാപ്പി വീഡിയോയാണേ, നാളെ തൊട്ട് ഞങ്ങളുടെ കാപ്പി ചായ വീഡിയോയാണ്, വേറൊന്നും ഇല്ലെന്ന് പറയും. പിറ്റേന്നും ഒരു ദിവസം ഒന്ന് സൈലന്റ് ആയിട്ടിരുന്ന് രണ്ടാമത്തെ ദിവസം ഇത് തന്നെ ചെയ്യും. എങ്ങനെ ഇതുങ്ങളെ ദ്രോഹിക്കാം എന്നുള്ളതല്ലാതെ വേറൊരു ചിന്തയില്ലാത്ത രണ്ട് സാധനങ്ങൾ. മാൻഡ്രേക്കിനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ പുള്ളിക്ക്, ഈ വ്യക്തിക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് ആ മാൻഡ്രേക്കിന്റെ ക്യാരക്ടർ മാറ്റിയെടുക്കണം. അതൊന്നും ചെയ്യില്ല. എന്നിട്ട് പിന്നെയും വെറുതെ സ്വന്തം കാര്യം നോക്കി നീക്കുന്ന ജീവിക്കുന്ന ആളുകളെ കരിവാരി തേച്ചുകൊണ്ടിരിക്കും. കുറേ അമ്മമാരുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇവർക്ക് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും സ്വന്തം ജീവന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മുഖ്യം. ചെറിയൊരു അപകടം, ചെറിയൊരു കാര്യം വന്നാൽ മതി. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമുക്കൊരു സംഭവം ഉണ്ടായി എന്തെന്നാ പറയുന്നത്, കുഴപ്പമില്ല, എനിക്കൊരു ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അത് മാറിയത്, ഇപ്പോൾ കുഴപ്പമില്ല, മാക്സിമം അത് ലഘൂകരിച്ച് പറയാൻ നിൽക്കും അല്ലേ. ഇത് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോഴത്തേനും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, അയ്യോ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ അപകടത്തിലാണ്, ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു, എന്നിട്ടിപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്, വലിയ സംഭവമാണ് എന്നും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഇതുകൊണ്ട് ഇവരുടെ ആൾദൈവങ്ങളും ഫാമിലി മെമ്പേഴ്സ് ഇല്ലേ, ഇവരെല്ലാം കൂടെ അയ്യോ കുഞ്ഞുമക്കളെ എന്താണ് ഏതാണെന്ന് പറഞ്ഞാൽ ആദ്യം കയറി ഭ്രാന്ത് പിടിച്ച് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല കേട്ടോ. പിന്നെ ഒരു 28 മണിക്കൂർ 48 മണിക്കൂർ സമയത്തേക്ക് ഒരു റെസ്പോൺസും ഇല്ല. ഇത് ഇവിടെ ഇരുന്ന ആൾദൈവങ്ങളാണ്, അനുഗ്രഹിക്കുകയും പറക്കുകയൊക്കെ ചെയ്യും, പക്ഷെ തീറ്റയാണ്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാതെ തീ തിന്ന് കിടക്കും. അത്രയധികം ടെൻഷൻ അടിപ്പിക്കും. എന്തെങ്കിലും പ്രഷർ വേരിയേഷനൊക്കെ ഉള്ളവർക്ക് അത് മതിയാകും, കിടത്തിക്കളയാൻ അത് മതിയാകും. ഒരു 28 മണിക്കൂർ 48 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വലിയൊരു കെട്ടുമായിട്ട് വീഡിയോയ്ക്ക് മുമ്പിൽ വരും. അയ്യോ ഇതായിരുന്നു സംഭവിച്ചത്, പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ ഒന്നും പറയരുതല്ലോ, ഇതായിരുന്നു കേട്ടോ സംഭവിച്ചത്, ഞങ്ങളുടെ ജീവൻ തന്നെ പോകണമായിരുന്നു, അങ്ങനെയായിരുന്നു ഹൈലൈറ്റ് ചെയ്തിട്ട് ഭയങ്കര സംഭവമായിട്ട് വരും. അതിൻ്റെ താഴെ വിവരമുള്ള കുറച്ചെങ്കിലും ആളുകൾ പറയും, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ എന്നിട്ട് ഇത്ര ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇത്ര ഒരു മെഗാ സീരിയൽ പോലെ ഇങ്ങനെ കൊണ്ടുപോകണ്ടായിരുന്നു, ആളുകളെ പേടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്ന ആ കമൻറ്റ് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. മേ ബി ആ ഹോസ്പിറ്റലിൽ കണ്ട ഒരു വ്യക്തി ഇവരെ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി പറയും, അയ്യോ ഈ പെണ്ണിൻ്റെ കയ്യിൽ ഇത്രയും കെട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയാ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നപ്പോഴെങ്ങനെയാ പെട്ടെന്ന് ഇത്രയും വലിയൊരു കെട്ട് വന്നതെന്ന് ചോദിക്കും. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം ആ കെട്ടഴിച്ചിട്ട് വരും. അത് ഇന്നലെ ഭയങ്കര നീരായിരുന്നു, സംഭവമായിരുന്നു കേട്ടോ, പക്ഷെ ഇന്നായപ്പോഴത്തേനും അത് കുറഞ്ഞു. ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ശരീരത്തിലുണ്ടായ പോറലുകൾ, അതാണ് ഇത്രയധികം ഹൈലൈറ്റ് ചെയ്ത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന ഈ കബളിപ്പിക്കാൻ മാത്രം വിധിക്കപ്പെട്ടേക്കുന്ന കുറേ ആളുകളെ കബളിപ്പിക്കുന്നത്. അവർ കബളിപ്പിക്കപ്പെടാൻ മാത്രം വിധിച്ചേക്കുന്നവരെ, എന്ത് പൊട്ടത്തരം എന്ത് കള്ളം പറഞ്ഞാലും കബളിപ്പിക്കപ്പെടാൻ മാത്രം വിധിച്ചേക്കുന്ന കുറേ ആൾക്കാർ. അതങ്ങനെയങ്ങോ, അത് എന്തെങ്കിലും ആകട്ടെ, കാര്യം വിവരം കുറച്ച് ബോധവും വിവരവും ഉണ്ടെങ്കിലല്ലേ സത്യം ഏതാ മിഥ്യ ഏതാ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കബളിപ്പിക്കപ്പെടലുകളിൽ വീടരുത്, വിശ്വസിക്കുന്നതേ വിശ്വസിക്കാവുള്ളൂ. എനിക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്കുണ്ടെങ്കിൽ എനിക്കുള്ളൂ, എനിക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ എനിക്ക് അവരെ നോക്കാൻ പറ്റുള്ളൂ, എല്ലാവരും കിടന്ന് ഇതുപോലെ കള്ളം പറയുന്നത് വിശ്വസിക്കരുത് എന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ. ഇതൊന്നും എത്ര പറഞ്ഞിട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് അറിയില്ല, അതങ്ങ് വിശ്വസിക്കും. എന്നിട്ട് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ അവരുമായിട്ട് കൂട്ടുകൂടാൻ പോകരുതേ, അവരത് ചെയ്യും ഇത് ചെയ്യും, ഇനിയും നിങ്ങളൊന്നിനും പോകരുതേ, നിങ്ങൾ ഭയങ്കര പുണ്യവാളന്മാരാണ്, അതുകൊണ്ട് നിങ്ങളെ കാത്തു. കണ്ണിലെ കൃഷ്ണമണി പോലെയും കണ്ണിലുള്ളത് കാലിൽ തട്ടിയത് കണ്ണിൽ തട്ടിയില്ലെന്നോ എന്തൊക്കെയോ വേദോപദേശങ്ങൾ കേട്ടാൽ ചിരി വരും. എന്തൊക്കെയോ പറഞ്ഞിട്ട് അതുകൊണ്ട് ദൈവം കൈയുടെ ഉള്ളിൽ തന്നെ കാക്കും. ഈ ഉള്ളിൽ നീ തെറിച്ചു പോകുന്ന എന്താ ഇടയ്ക്കിടയ്ക്ക്? ദൈവം കൈയുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഈ ഉള്ളിൽ നീ തെറിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്താ? അത് കൂടെ ദുർമൂർത്തികൾ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ? അപ്പം ആദ്യം കൂടെയുള്ള ദുർമൂർത്തി എന്താണെന്ന് വെച്ചാൽ അതിനെ ശുദ്ധീകരിക്കുക. ആദ്യം ദുഷ്ടശക്തികളുടെ കൂടെ തന്നെയാണ് വസിക്കുന്നതെങ്കിൽ അതിനെയെല്ലാം ശുദ്ധീകരിക്കുക. എന്നാലാണ് ഈ ഉള്ളം കൈയിൽ നിന്ന് അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച് പോകാതിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെ ഈ സോക്കോൾഡ് നിങ്ങളുടെ ഈ ഒരു പറ്റൻ ആൾദൈവങ്ങളുടെ ഇടയ്ക്ക് താമസിക്കുന്ന ആൾദൈവങ്ങളുടെ പ്രാർത്ഥനയുള്ള അതുപോലെ തന്നെ ഭയങ്കരമായ അനുഗ്രഹങ്ങളുള്ള ദൈവങ്ങൾ, അതിനെ ഇവർ കാണുന്ന ഒരു ന്യായമുണ്ട് കേട്ടോ. ഇവരുടെ കമൻറ്റ് ബോക്സിൽ നോക്കി അറിയാം. ഇഷ്ടമുള്ള ഒരു ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, പരീക്ഷണങ്ങളേറിയിരിക്കും, അവർക്ക് ഒരിക്കലും ഒരു നന്മ ഉണ്ടാവില്ല അത്രേ. എങ്കിൽ പിന്നെ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്, ദൈവത്തെ അനുസരിക്കുന്നത്? നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നന്മ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ അനുസരിക്കുന്നത്? നമ്മൾ കുറച്ച് നന്മ ചെയ്യാതെ അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തൊരു കാര്യം കണ്ടാലും അതിനെ ന്യായീകരിക്കാനായിട്ട് കുറേ
അന്യായങ്ങളുണ്ടെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ്. മാനുഷികമായ യാതൊരു മൂല്യങ്ങളുമില്ല. ഇവർ ചെയ്യുന്ന തെറ്റിനെ എല്ലാം ന്യായീകരിക്കാനായിട്ട് ഇവർക്ക് കുറേ അന്യായങ്ങളുണ്ട്. എങ്ങനെയും മറ്റുള്ളവരെ, ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അവരെ ചീത്തയാക്കുക, അതുപോലെ ഇവർ മാത്രമാണ് നല്ലതെന്ന് എല്ലാവരെയും കൊണ്ടും വിശ്വസിപ്പിക്കുക. ഇങ്ങനെ വിശ്വസിക്കുന്ന, എന്നിട്ട് ഇപ്പോഴും കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന കുറേ ആളുകൾ. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് പറയും ഇനി ഒന്നും വേണ്ട, ഇനി നമ്മുടെ കാപ്പിയും ചായ ആയിരിക്കും ഇനി നാളെ മുതൽ, പിറ്റേന്ന് മാറി അത് ബൂസ്റ്റ് ആവും. ഇതെങ്ങനെ എവിടം വരെ പോകുന്നെന്ന് നോക്കട്ടെ, എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ, ഇതിൻ്റെ ഒരു അവസാനം എവിടെയാണെന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ ഇത് തൽക്കാലം ഒരു 2 ദിവസത്തേക്കാണെന്ന് തോന്നുന്നു. അടുത്തൊരു മാൻഡ്രൈക്കിനെയും കൊണ്ട് അടുത്ത് എവിടെയെങ്കിലും കറങ്ങാൻ ഇറങ്ങും. അടുത്ത് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോഴത്തേനും അടുത്ത് വീണ്ടും കുറ്റവുമായിട്ട് വരും. അവർ വേറൊരു അമ്പലത്തിൽ കൂടെ പോയി 4 സ്ഥലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കെതിരെ. അതിൻ്റെതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കൂടെ പറഞ്ഞാൽ ശരിയാകുകയല്ലെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് കുറച്ചൊരു മാനുഷികമായ മൂല്യങ്ങൾ ഉണ്ടായാൽ കൊള്ളാം. കുറച്ചെങ്കിലും മനുഷ്യർ ഓരോരുത്തരായിട്ടെങ്കിലും ഇങ്ങനെയുള്ള ഫേസുകളെ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇപ്പോൾ ഓപ്പോസിറ്റ് ആളുകൾ വൃത്തികെട്ടവരാന്ന് പറയുന്ന അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം തേജസ്. ഈ വൃത്തികെട്ട ആളുകൾക്ക് തേജസ് ഉണ്ടാവില്ല ഒരിക്കലും. അത് നിങ്ങൾക്കറിയില്ലേ? ഒരു എന്താ പറയുക, ഒരു ഓറ, ഒരു തേജസ്, അവർ നിൽക്കുന്ന പ്രദേശത്ത് ഒരു പ്രകാശം ഉണ്ടാവില്ല. നമ്മൾ നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ നിൽക്കുന്ന പ്രദേശം എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. നമുക്കൊരു പ്രകാശം തോന്നില്ല. ആ പ്രകാശം തോന്നാത്ത ആരെ കണ്ടാലാന്ന് നമുക്ക് മനുഷ്യർക്ക്, കാണുന്നവർക്കെല്ലാം അറിയാം. ഇവർ പറയുന്ന ഈ വൃത്തികെട്ടവരാന്ന് പറയുന്ന ആളുകൾ നിൽക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ അവരുടെ ഫേസിലും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഏരിയ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല പ്രകാശപൂരിതമായിരിക്കും എപ്പോഴും അവർ. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, അത് നമുക്ക് മനസ്സിലാകും. മനുഷ്യൻ്റെ തന്നെ നന്മകളും തിന്മകളും തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. നെഗറ്റിവിറ്റിയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവമായിരിക്കും അവരുടെ ഫേസിൽ നോക്കിയാലും. അവർ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും അവർ പോകുന്ന പ്രദേശങ്ങളിലൊക്കെ ആ ഒരു ഡാർക്ക്നെസ് ആയിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ പോസിറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് അവർ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രകാശം ഉണ്ടാകും, അവർക്ക് തന്നെ ഒരു പ്രകാശം ഉണ്ടാകും. നമുക്കൊരു പ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും അവരെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ. അവിടെ നമുക്കൊരു പ്ലസൻ്റ് ആയിട്ട് നമുക്കത് കാണാനായിട്ടും നമ്മളൊരു ചിരിച്ച മുഖത്തോടെ കാണാൻ പറ്റും. അതാണ് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം അതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്